നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാരിനെ കുറിച്ചുള്ള എല്ലാ അറിയിപ്പും ഈ ചാനലിലൂടെ പുറത്തു വരുന്നതാണ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ സർവീസ് പെൻഷൻകാർക്ക് ഒരു ഗഡുവിന്റെ കുടിശ്ശിക നൽകാനുള്ള പണം സർക്കാർ അനുവദിക്കും. ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള 4 കുടിശ്ശികയിൽ ഒരു കുടിശ്ശിക ഉടനെ നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ബാക്കിയുള്ള 2 ഗഡു അടുത്ത വർഷം നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വരാൻ പോകുന്ന ബജറ്റ് മുമ്പിൽ കണ്ടുകൊണ്ടും കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് നൽകി തീർക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കം അധികം താമസിക്കാതെ തുടങ്ങും. മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും സർക്കാർ വായ്പ നൽകണമെന്ന് കേന്ദ്രത്തിന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന തുക സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ പെൻഷൻ അവസാനിച്ച സാഹചര്യത്തിൽ 2025 ജനുവരി മാസത്തെ പെൻഷൻ ഉടനെ സർക്കാർ വിതരണം ആരംഭിക്കും. പെൻഷൻ നടപടി ആരംഭിക്കുന്ന ഭാഗമായി വിവിധ സ്കീമിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ നിരന്തരത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന സമയം ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തെ തുക വിതരണം ചെയ്യാൻ 850 കോടി അനുവദിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ഇതോടൊപ്പം തന്നെ 4 മാസത്തെ കുടിശ്ശിക തുകയിൽ 1 ഗഡു കൂടെ തരാനാണ് സർക്കാർ തീരുമാനം. ലാസ്റ്റ് 1 ഗഡു തന്നത് ഓണത്തിനാണ് 3200. ഈ ജനുവരി മാസം 3200 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും. അത് വളരെയധികം സന്തോഷമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ജനുവരി മാസം തുടങ്ങി മാർച്ച് മാസം വരെയുള്ള കുടിശ്ശിക തുകയിൽ ഈ തുക വിതരണം ചെയ്യും. ബാക്കിയുള്ള തുക ഏപ്രിൽ അവതരിപ്പിക്കുന്ന അടുത്ത മാസം നൽകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതുവരെ 2 മാസത്തെ പെൻഷൻ മുടക്കം കൂടാതെ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ നീക്കം എന്ന് അറിയിപ്പ് ഉണ്ട്. എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കളെ കുറിച്ച് ആശ്വാസ വാഗ്ദാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. വൈകാതെ തന്നെ വിതരണ രീതി അടക്കം പുറത്തു വരും. അന്നേരം ഈ ചാനലിലൂടെ അപ്പം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചോളാം. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്യുക. ഇതൊരിക്കലും ഫേക്ക് ന്യൂസുകൾ വായിന്ന് പടച്ചു വിടുന്നതല്ല. സർക്കാർ അറിയുന്ന റിപ്പോർട്ട് അപ്പം നിങ്ങളെ എത്തിക്കുന്നുള്ളൂ. അപ്പം നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോ കാണാം.